മറ്റേ ഇതൊക്കെ കൊണ്ട് ഉഴുത് ഇട്ടേക്കുന്ന പാടമല്ലേ, നല്ലൊരു പാടശേഖരം അങ്ങോട്ടുണ്ട്, നല്ല വ്യൂ. കൊള്ളാം. ഏകദേശം ഒരു സന്ധ്യാസമയമായിട്ടുണ്ട്. പതുക്കെ ഒരു സണ്ണിൻ്റെ ലൈറ്റൊക്കെ ഇങ്ങോട്ട് വീണ് നല്ല രസമുണ്ട് കാണാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വൈക്കം പോകുന്ന കുമരകം പോകുന്ന റൂട്ടിലാണ്. വൈക്കമല്ല, കുമരകം പോകുന്ന റൂട്ടിലാണ്. കുമരകം പോകുന്ന റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചേർത്തലയിൽ നിന്ന് കുമരകത്തോട്ട് പോകുമ്പോൾ കുടവച്ചൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വീടല്ലേ, ഓക്കെ. കുടവച്ചൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കുടവച്ചൂരിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇത് വെച്ചൂരാണ്. ഇവിടെ തന്നെ വെട്ടൂർ ഷാപ്പുണ്ട്. ഈ ഷാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കള്ളിന് മാത്രമല്ല കൂടുതൽ പ്രിയം, അതിലേറെ പ്രിയം ഇവിടുത്തെ നമ്മുടെ നാടൻ ഫുഡിനാണ്. ഇതാണ് നമ്മുടെ വെട്ടൂർ ഷാപ്പ്. ഞാൻ എന്തായാലും ക്രോസ് ചെയ്യണം അങ്ങോട്ട്. നമുക്കെന്തായാലും ഭക്ഷണത്തിൻ്റെയും ബാക്കി ഷാപ്പിൻ്റെ വിശേഷങ്ങളും എല്ലാം നമുക്ക് ഉള്ളിൽ പോയി ചോദിച്ചും കഴിച്ചു അറിയാം. വാ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് 4-8 പോലത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മളെങ്ങാത്ത ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. അല്ല സുരേഷ്, നമസ്കാരം. നമസ്കാരം. ഇതാണ് സുരേഷ് ചേട്ടൻ, ഇവിടുത്തെ ഓണിൻ ഓണർ. നമ്മുടെ ഇതിൻ്റെ ഓണർ ആരാ ശരിക്കും? വെട്ടൂര് രാജീവ് എന്ന് പറയും. രാജീവ് വെട്ടൂർ രാജീവ്. അദ്ദേഹം ഉണ്ടോ? അദ്ദേഹം ഉണ്ട്. നാലുകെട്ടിൽ ഇരിപ്പുണ്ട്. നാലുകെട്ടിൽ ഇപ്പോൾ ഡിസ്കഷൻ ഓഫ് ഇന്ത്യ ഇരിക്കുകയാണ്. നമ്മൾ എത്ര നാളായി ഈ ഷാപ്പ്? ഇത് ഷാപ്പായിരുന്നു. ഇത് ആദ്യം വെറും കള്ള് ഷാപ്പോട് കൂടിയാണ്, ലോക്കൽ കള്ള് ഷാപ്പോട് കൂടി തുടങ്ങിയതാണ്. അത് നല്ല ഇതോടുകൂടി നല്ല നല്ല ഐറ്റംസുകൾ കൊടുത്ത്, ഫുഡ് ഐറ്റംസുകൾ കൊടുത്ത് നമ്മുടെ നാടൻ ചെത്തുകളിൽ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ തുടങ്ങി. ഇവിടുത്തെ തെങ്ങുകൾ ചെത്തി, ഈ പരിസരങ്ങളിലെ തെങ്ങുകൾ ചെത്തി നല്ല നാടൻ കള്ള് കൊടുത്താണ് നമുക്ക് ഇപ്പോൾ വലിയതായിട്ട് പുരോഗമിച്ച്. ഭക്ഷണത്തിനെ കുറിച്ച് ഭക്ഷണം നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മഞ്ഞക്കൂരി എന്ന് പറഞ്ഞാൽ നമ്മൾ മഞ്ഞക്കൂരി നല്ല തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതാണ്. വളരെ ടേസ്റ്റാണ് അതിന്. പിന്നെ വാഴയില പൊള്ളിക്കുന്ന കരിമീനുണ്ട്, നാടൻ വരാലുണ്ട്, പിന്നെ നാടൻ കാരിയുണ്ട്. ഒരു സീ ഫുഡ് ഒരു നല്ലൊരു ഇതിലെത്തി. അതോട് നല്ലപോലെ പുരോഗമനം ഉണ്ടായി. ഞാൻ പിന്നെ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചു, ഇവിടെ 4-8 പോലത്തെ പല ഹെറിറ്റേജസ് ആയിട്ടുള്ള കുറെ കെട്ടുകൾ, ചെറിയ ചെറിയ ബിൽഡിങ്സും വലുതായിട്ടുള്ള ബിൽഡിങ്സും ഒക്കെ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു 8 കെട്ട് എന്ന് പറയുന്ന ഒരു കെട്ടിടം നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് നമ്പറിട്ട് പൊളിച്ച് അതേ രീതി, അത് 10-90 വർഷം മുമ്പുള്ള കെട്ടിടങ്ങളാണ്. അപ്പൊ അതെങ്ങനെ പൊളിച്ചു? നമ്പറിട്ട് പൊളിച്ച് നമ്മളിവിടെ കൊണ്ടുവന്ന് അതേ രീതിയിൽ തന്നെ സ്ഥാപിച്ചു, ഫിക്സ് ചെയ്തു. അതില് 8 റൂം, നിലവറ, എല്ലാ ഐറ്റംസും കൂടി. ഇതെന്താണ് അപ്പൊ സംഭവം? എന്താക്കാനാണ്? അതൊരു റെസ്റ്റോറന്റ് ആയിട്ട് പിന്നെ ക്വാർട്ടേഴ്സ് താമസിക്കാനുള്ള ആക്കിയിട്ടുള്ളൂ. അതിനൊരു കൂത്തമ്പലം കലാപരിപാടികൾ നടത്താനുള്ള അതുകൊണ്ട് ഫുള്ളൊരു എന്റർടൈൻമെന്റ്, ഒരു ടൂറിസ്റ്റുകളൊക്കെ ആകർഷിക്കാനുള്ള അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വെട്ടൂർ ഷാപ്പ് തുടങ്ങിയിട്ട് എത്ര നാളായി? നമ്മൾ ഷാപ്പ് തുടങ്ങിയത് 12 വർഷം. 12 വർഷമായി. ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? രാജീവ്, വെട്ടൂർ രാജീവ് എന്ന് പറയുന്നത്. 12 വർഷം രാജീവ് ചേട്ടനായിരുന്നു ഈ ഷാപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻ ഫുഡിലോട്ട് ആൾക്കാർ ഇതിനിപ്പോൾ കള്ള് പോകുന്നില്ലേ? മെയിൻ നല്ല നല്ല ഭക്ഷണങ്ങൾ നമ്മളിവിടെ കൊടുക്കുന്നതുകൊണ്ട് എല്ലാ ഐറ്റംസുകളും ഉണ്ട്. അപ്പോൾ കച്ചവടം, മറ്റേ കച്ചവടം എങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ല, നല്ല രീതി. അത് മാറ്റിയോ? ഇവിടെ നിന്ന് മാറ്റിയോ? പണ്ട് ഇവിടെ ആയിരുന്നു. പണ്ട് ഈ ഭാഗത്തായിരുന്നു, അത് മാറ്റി നമ്മൾ അപ്പുറത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചു. ബാക്കി ഫുഡിന് ഇവിടെ റെസ്റ്റോറന്റ് ഒക്കെയാന്ന് തോന്നുന്നു. റെസ്റ്റോറന്റ് ഫാമിലികൾ വന്നാൽ ഇരിക്കാം, കുടുംബ ഫാമിലി ആയിട്ട് വന്ന് ഇതും ഭക്ഷണങ്ങൾ കഴിക്കാം. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് പിന്നെ മഞ്ഞക്കുരി ഉണ്ടാക്കുന്നത് കാണണം, കഴിക്കണം, എല്ലാം ചെയ്യണം. അപ്പൊ പിന്നെ നമ്മൾ നേരെ കിച്ചണിലോട്ട് കിടന്നു. അവിടുത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ മഞ്ഞക്കുരി കിട്ടിയത് വാങ്ങിക്കുന്ന മഞ്ഞക്കുരി നമ്മൾ വൈക്കം കോലത്തുംകടവിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു. എന്തായാലും നേരെ കിച്ചണിലേക്ക്. ഇതാണല്ലോ നമ്മുടെ കിച്ചൺ. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെയുണ്ട് 2 സ്ഥലവും കിച്ചണായിട്ട്. 2 സ്ഥലവും കിച്ചണുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ കിച്ചണിലേക്ക് നമ്മൾ ഈ കിച്ചണിൽ സെലക്ട് ചെയ്യുകയാണ്. ഇത് തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ മഞ്ഞക്കുരി സെറ്റ് ആക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം. കിച്ചൻ്റെ ഉള്ളിൽ ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടാ, ഇന്ന് ആരാണ് എന്താണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്? നമുക്ക് കിച്ചണിനുള്ളിൽ ഇവിടുത്തെ കുക്കുണ്ട്. ചേട്ടനാണ്. പേരെന്താ? രമണൻ. വിഷ്ണു.
അപ്പോൾ രമണൻ ചേട്ടനാണ് ഇന്നത്തെ കുരി മഞ്ഞക്കുരിയാണ് ഏറ്റവും പ്രധാനമായ ഇവിടുത്തെ ഭക്ഷണം. പേര് കേട്ട ഒരു ഭക്ഷണമാണ് ഈ മഞ്ഞക്കുരി. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ കൂടെ മഞ്ഞക്കുരി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് കഴിക്കാറുണ്ട്. ബൈ. അപ്പോൾ ചേട്ടാ ഞാൻ ഇങ്ങോട്ട് വരാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോയ മഞ്ഞക്കുരിയുടെ ഇടയ്ക്ക് പെട്ടെന്ന് നമുക്ക് കരിമീൻ ഓർഡർ വന്നിട്ടുണ്ട്, പൊള്ളിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ആദ്യം ചെയ്യാം, എന്നിട്ട് മറ്റേത് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കരിമീൻ വാഴയിലേക്കകത്ത് പൊള്ളിക്കുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യാം. കരിമീൻ മറിഞ്ഞ് ക്ലീൻ ചെയ്ത് പറഞ്ഞതാണ്. ഉപ്പ് വരട്ടുന്നു 2 സൈഡ് ഉപ്പ് വരട്ടി മസാല വരട്ടുന്നു. മസാല എന്തൊക്കെയാണ് നമ്മുടെ മസാല? പിന്നെ മുളക്, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, മഞ്ഞപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി ഇതാക്കി വെച്ചേക്കാണ്, മസാല ആക്കി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാം, പരട്ടാം നമുക്ക്. അപ്പോൾ അതിനകത്തോട്ട് നല്ല വരഞ്ഞ് കുറേ കുനുകുനാന്ന് വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മൊത്തമായിട്ടൊന്ന് പരട്ടുകയാണ്. അങ്ങ് സൈഡിൽ വെച്ചു. ഉപ്പ് വരട്ടുന്നു. നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ല ഓൾറെഡി ഉണ്ട്. എന്നാലും ഇത് പച്ചമാംസമല്ല, ഇതിൻ്റെ ഉപ്പ് പിടിക്കണമല്ലോ. അല്ലെങ്കിൽ ഇതിന് ഉപ്പ് പിടിക്കത്തില്ല, ഇതിൻ്റെ ഉപ്പ് പോരതില്ല. ഇതും പരട്ടി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് 2 എണ്ണം അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എടുത്തിടാൻ പോവാണ് നമ്മുടെ എണ്ണയിലോട്ട്. ഓക്കെ, ചൂടായി വരുന്നു. ചൂടായി നല്ല വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് വറുത്ത് കോരും നമ്മൾ. അപ്പോൾ അത് മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മളിതും കൂടി ഇടും. അപ്പോൾ നമ്മൾ മീൻ മസാല ഇവിടെ ഉണ്ടാക്കി വെച്ചത് എന്തൊക്കെയാണ് മസാല? ചുവന്നുള്ളി, പിന്നെ ചുവന്നുള്ളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരയ്ക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വാട്ടി കഴിഞ്ഞ് ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ചേർത്ത് സോട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി തന്നെ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ചെയ്യാം. പരട്ടുന്നു. ഇത് പിന്നെ കാബേജും ക്യാരറ്റും കൂടി അരിഞ്ഞ് മിക്സ് ചെയ്ത് ക്യാരറ്റും ക്യാബേജും കൂടി അരിഞ്ഞ് മിക്സ് ചെയ്തത്. കിസ്മിസല്ല, കാഷ്നട്ട് അതിനകത്തോട്ട് ഇടുന്നു. തക്കാളിയുടെ പീസ് എടുത്ത് വെച്ചു. അങ്ങ് കോരി അങ്ങ് വെച്ചു. നല്ല മുരിഞ്ഞിരിക്കുന്ന കരിമീൻ. ഇതിൻ്റെ പുറത്ത് നമുക്ക് ഈ മസാല വെട്ടണം. ഇതങ്ങോട്ട് ഇട്ടേക്കാം നമുക്ക്. ഇതിവിടെ അപ്പോഴത്തേക്കും മുരിക്കാൻ വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ പൊക്കത്തോട്ട് നമ്മൾ മസാല വെട്ടണം. പിന്നെ മസാല പരട്ടുകയാണ്. ക്യാബേജും ക്യാരറ്റും കൂടി അരിഞ്ഞു. ഇന്നും തക്കാളി വെച്ചു. രണ്ടൊന്ന് ക്യാഷിനകത്ത് ഇതാണ്. ഇനി നമ്മളിത് പൊതിയുവാണ്. അപ്പോൾ അതൊക്കെ പൊതിയാണ്. കറികൾ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആൾക്കാർ പുറത്തുണ്ട്, അതാണ് ഇത്ര ശബ്ദം. ഇനി നമ്മളിത് തട്ടത്തെ വെച്ച് ചൂടാക്കാം. തട്ടം വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ കരിമീൻ പൊതിഞ്ഞത് വെച്ചൊന്ന് ചൂടാക്കാൻ വേണ്ടി ഈ ഒരു തട്ടത്തിനാണ്. ഇത് മറിക്കാറായോ? ഇത് മറിക്കാൻ പോവാണ്. ഇതിപ്പോൾ മറിച്ചിടും. അതേപോലെ നമ്മൾ സാധനമായിട്ടുണ്ട്. നല്ല രീതിയിൽ ചൂട് കയറിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചതായിട്ടുണ്ട്. ആദ്യത്തെ ഡിഷ് ആയിട്ടുണ്ട്. കരിമീൻ വാഴയിലേക്ക് അത് പൊളിച്ചത്. അപ്പോൾ അതായിട്ടുണ്ട്. അതിന് കൊടുക്കാൻ പോവാം. ഇനിയിപ്പോൾ ഓർഡർ ആയത് കാരണം ബാക്കിയെല്ലാം കൂടി ഒന്ന് പെട്ടെന്ന് ചെയ്യട്ടെ. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.